Hello dear students, welcome to today's class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 5th ചാപ്റ്റർ MS Access Queries, Forms and Reportsൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ദാറ്റ് ഈസ് എക്സസൈസസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5th ചാപ്റ്ററിൻ്റെ എക്സസൈസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ക്വറീസ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് ക്വറിയിലേക്ക് എത്തുന്നതെന്നും, അതുപോലെ തന്നെ ഫോംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പലതരത്തിലുള്ള ക്വറീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അത് ഓരോന്നും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പഠിച്ചു, ഫോംസ് പഠിച്ചു. അതുപോലെ തന്നെ റിപ്പോർട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം വി കവേർഡ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ എക്സസൈസസ്. സോ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യത്തെ എക്സസൈസ് കിടക്കുന്നത് പേജ് നമ്പർ 69-ലാണ്. പേജ് നമ്പർ 69-ലാണ് ക്ലാസ് ആക്ടിവിറ്റിയാണ് ആദ്യം തന്നെ കിടക്കുന്നത്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് റൈറ്റ് T for true and false, F for false. റീറൈറ്റ് ദിസ് false sentences correctly. അപ്പം ട്രൂ ഓർ ഫോൾസ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? MS Access provide 17 types of queries. ആദ്യത്തേതാണ് സെൻറ്റൻസ് ആണ് MS Access provide 17 types of queries. അത് തെറ്റാണ് അല്ലേ. MS Access 7 types of queries ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. റീറൈറ്റ് ദ സെൻറ്റൻസസ് MS Access provide 7 types of queries. Second one, a parameter query is the simplest type of query. That is wrong അല്ലേ, false statement ആണ്. Which one is the simplest form of query? The advanced filter or sort query is the simplest form of query. അഡ്വാൻസ്ഡ് ക്വറി അല്ലെങ്കിൽ സോർട്ട് ക്വറിയാണ് ക്വറികളിലെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഫോം. സോ റീറൈറ്റ് ദ സെൻറ്റൻസസ് എ സോർട്ട് ക്വറി ഓർ an advanced filter is the simplest type of query. മൂന്നാമത്തേത് an auto lookup query automatically fills information in the table on behalf of the user. That is a true statement അല്ലേ. an auto lookup query automatically fills the information in the table on behalf of the user. യൂസറിന് വേണ്ടിയിട്ട് ടേബിളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യുന്നതാണ് ഓട്ടോ ലുക്കപ്പ് ക്വറി. അപ്പോൾ അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ റൈറ്റ് T in that column. Fourth one, 2 or more tables can be related by matching data in key fields. key fieldsലെ മാച്ചിങ് ഡേറ്റ ഉപയോഗിച്ച് റിലേറ്റ് ചെയ്ത് 2-3 ടേബിൾസ് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. കീ ഫീൽഡുകൾ ഉപയോഗിച്ച് 2-3 ടേബിളുകളിലെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അത് നമ്മൾ കണ്ടതാണ്. സോ നെക്സ്റ്റ് ക്ലാസ് ആക്ടിവിറ്റി ഈസ് ഇൻ ദ പേജ് 72. പേജ് നമ്പർ 72-ലാണ് കൊടുത്തിരിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതെന്തൊക്കെയാണ്? എ ഡാഷ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ ഇൻ ആൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റ്. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോർമാറ്റിലുള്ള റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഒരു ഡേറ്റ ചെയ്യുന്നത്, ഒരു ഡേറ്റ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫോംസ് ആയിട്ട് അല്ലേ. എ ഫോം ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ ഇൻ ആൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് ആർ ക്രിയേറ്റഡ് ടു അനലൈസ് ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ ടേബിൾ. ഒരു ടേബിളിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഫോമാണോ, ക്വറിയാണോ, അതോ റിപ്പോർട്ടാണോ? റിപ്പോർട്ടാണ് അല്ലേ. റിപ്പോർട്ട്സ് ആർ ക്രിയേറ്റഡ് ടു അനലൈസ് ദ ഡേറ്റ എൻറ്റേർഡ് ഇൻ ദ ടേബിൾ. ഒരു ടേബിളിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിപ്പോർട്ട്സ്. തേർഡ് വൺ, all database objects created in the database are shown in dash. shown in the dash. ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡേറ്റാബേസ് ഒബ്ജക്ട്സിനും നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? നാവിഗേഷൻ പെയിനിൽ. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നാവിഗേഷൻ പെയിനിലാണ് നമ്മളൊരു ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡേറ്റാബേസ് ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ യു ഷുഡ് റൈറ്റ് navigation pane in the blank. Fourth one, all database files of MS Access 2010 have dash extension.
എന്ത് എക്സ്റ്റൻഷനിലാണ് MS ആക്സസിലെ ഫയലുകൾ നമ്മൾ സേവ് ചെയ്യുന്നത്? .accdb എന്ന ഫയൽ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചാണ് നമ്മൾ MS ആക്സസ് 2010 എല്ലാ ഡേറ്റാസും സേവ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് റീക്യാപ്പ് കോർണർ. വി ക്യാൻ ഈസിലി ആൻഡ് ക്വിക്ക്ലി റീക്യാപ്പ് what we have learned so far. Recap corner. Using a query, you can answer specific questions about your data that would be difficult to answer by simply looking at the table. That we know. Second one, MS Access provides 7 types of queries. To get back the divided information together, we must first understand the relationship between tables. Then, query window has 2 parts. The top part contains the table selected for the query and the bottom part contains the query design pane. A form is a database object that allows to add and update data in one record at a time. It helps to make the database looks professional. Sixth one, reports are used to print the hard copies of the information from the table. Okay, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമ്മൾ അടുത്ത പേജിലേക്ക് കിടക്കുകയാണ്. പേജ് നമ്പർ 73, എക്സസൈസ് കോർണർ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. എക്സസൈസ് കോർണർ. ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഡാഷ് ക്വറി അലൗസ് ദ യൂസർ ടു ഫൈൻഡ് ആൻഡ് സോർട്ട് ഇൻഫർമേഷൻ ഫ്രം എ സിംഗിൾ ടേബിൾ. ഒരു സിംഗിൾ ടേബിളിൽ നിന്ന് ഇൻഫർമേഷൻ സോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാനും സഹായിക്കുന്ന ക്വറിയാണ് സോർട്ട് ക്വറി, അല്ലേ? സോർട്ട് ക്വറി. സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വറി ഈസ് യൂസ് ടു modify, delete and add records from one table to another. ഒരു ടേബിളിൽ നിന്നും മറ്റൊരു ടേബിളിലേക്ക് ഡേറ്റാസിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ക്വറിയാണ് ആക്ഷൻ ക്വറി. ബി, ആക്ഷൻ ക്വറി. മൂന്നാമത്തത്, the term dash key field refers to a field in a table that matches the primary key field in another table. മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ഫീൽഡിനോട് മാച്ച് ചെയ്യുന്ന മറ്റൊരു ടേബിളിലെ കീ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഫോറിൻ കീ ഫീൽഡ്. ഫോറിൻ കീ ഫീൽഡ് എന്നാണ് ഒരു ടേബിളിലെ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ഫീൽഡുമായിട്ട് മാച്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്. ഫോർത്ത് വൺ, ഓൾ ടേബിൾസ് ആൻഡ് ക്വറീസ് ക്രിയേറ്റഡ് ഇൻ ദ ഡേറ്റാബേസ് ആർ ഷോൺ ഇൻ ദ നാവിഗേഷൻ പെയിൻ. നാവിഗേഷൻ പെയിനിലാണ് MS ആക്സസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാബേസ്, അതുപോലെ തന്നെ ടേബിൾസ്, ക്വറീസ്, അതിനെയെല്ലാം ഇടതുവശത്ത് സൈഡിൽ കാണിക്കുന്ന ഭാഗം അത് അറിയപ്പെടുന്നത് നാവിഗേഷൻ പെയിൻ എന്നാണ്. ഫിഫ്ത്ത് വൺ, all database files of MS Access have an dash extension. ഒരു ഡാഷ് എക്സ്റ്റൻഷൻ ആണ് MS ആക്സസിലെ എല്ലാ ഡേറ്റാബേസ് ഫയലിനും ഉള്ളത്. അതിൻ്റെ പേരെന്താണ്? .accdb. അതാണ് MS ആക്സസിലെ എല്ലാ ഫയലിൻ്റെയും എക്സ്റ്റൻഷൻ. നെക്സ്റ്റ് വൺ, ബി, നെയിം ദ ക്വറി ദാറ്റ് ഈസ് യൂസ് ടു ഡു ദ ഫോളോയിങ്. താഴെ പറയുന്നത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വറികൾ ഏതൊക്കെയാണെന്നാണ് ഇനി ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സെലക്ട് ദ ഡേറ്റ ഫ്രം വൺ ഓർ മോർ ടേബിൾസ് ആൻഡ് ദെൻ ഡിസ്പ്ലേ ഇറ്റ് ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ വിച്ച് ദ യൂസർ വാണ്ട്സ് ടു ഡിസ്പ്ലേ. അപ്പോൾ ഒന്നോ അതിലധികമോ ടേബിളിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ എടുക്കുകയും അതിനെ ഒരു ഓർഡറിൽ, യൂസർ ആഗ്രഹിക്കുന്ന ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ക്വറിയാണ് സെലക്ട് ക്വറി. സെക്കൻഡ് വൺ, ഫിൽസ് ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി ഓൺ ബിഹാഫ് ഓഫ് ദ യൂസർ. ദാറ്റ് വി നോ, അല്ലേ? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഓട്ടോ ലുക്കപ്പ് ക്വറിയാണ് യൂസറിൻ്റെ ആവശ്യപ്രകാരം ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്നത്. തേർഡ് വൺ, ഫൈൻഡ് ആൻഡ് സോർട്ട് ഇൻഫർമേഷൻ ഫ്രം എ സിംഗിൾ ടേബിൾ. ഒരു സിംഗിൾ ടേബിൾ, ഒരൊറ്റ ടേബിളിൽ നിന്ന് ഇൻഫർമേഷൻ കണ്ടുപിടിക്കുന്നതിനും സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ക്വറിയാണ് അഡ്വാൻസ്ഡ് ഫിൽറ്റർ ക്വറി ഓർ സോർട്ട് ക്വറി. ഫോർത്ത് വൺ, display table with value on one field on the top and value of the other field down the side. That is cross tab query. Okay.
അത്രയുമാണ് ഷോർട്ട് ആൻസേഴ്സ്. ഇനി നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. ഒന്നാമത്തെ ആക്ഷൻ ക്വറി. ആക്ഷൻ ക്വറി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആഡ് റെക്കോർഡ്സ് ഫ്രം അതർ ടേബിൾ. മറ്റൊരു ടേബിളിൽ നിന്നും റെക്കോർഡ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആക്ഷൻ ക്വറി ഉപയോഗിക്കുന്നത്. ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോം ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ എൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് വേ. എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വേ ആണ് ഫോം. തേർഡ് വൺ, പാരാമീറ്റർ ക്വറി. എന്താണ് പാരാമീറ്റർ ക്വറി? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സെലക്ട് ക്വറി. സെലക്ട് ക്വറിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഒരു പാരാമീറ്റർ ക്വറി. ഫോർത്ത് വൺ, റിപ്പോർട്ട് എന്നുള്ളത് അനാലിസിസ് ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയുടെ അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് റിപ്പോർട്ട്. ഫിഫ്ത്ത് വൺ, സോർട്ട് ക്വറി, പാർട്ട് ഓഫ് സെലക്ട് ക്വറി. സെലക്ട് ക്വറിയുടെ പാർട്ടാണ് സോർട്ട് ക്വറി. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അത് ടീച്ചർ വായിക്കാം. ഓക്കെ. ബി, ആൻസർ these questions. First one, what is a form? Write the steps to create a form. എന്താണൊരു ഫോം? അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ആൻസർ എന്താണ്? എ ഫോം ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ എ ടേബിൾ ഇൻ ദ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റിലുള്ള അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഒരു ടേബിളിൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഒരു ഫോം എന്നുള്ളത്. അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ടാബ്. ആദ്യം തന്നെ ക്രിയേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ന്യൂ ഫോം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഇൻഡിവിജ്വൽ ഫീൽഡ്സ് ടു ഡിഫറെൻറ്റ് പൊസിഷൻസ്. The form designed as above can be used. Enter data directly into the table. Okay. ഇനി രണ്ടാമത്, what are queries? എന്താണ് queries? Queries are used to find answers to questions related to one or more tables. ഒരു ടേബിൾ അല്ലെ ഒന്നിലധികം ടേബിളുകളിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് queries. മൂന്നാമത്തേത്, നെയിം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് queries. എക്സ്പ്ലെയിൻ എനി 3 in detail. 3 ടൈപ്പ് ഓഫ് ക്വറീസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടതാണല്ലേ? ഏതൊക്കെയാണ് പലതരത്തിലുള്ള ക്വറീസ് ഏതൊക്കെയാണ്? ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വറീസ് ആർ സെലക്ട് ക്വറി, അഡ്വാൻസ്ഡ് ഫിൽട്ടർ ഓർ സോർട്ട് ക്വറി, ടോട്ടൽ ഓർ സമ്മറി ക്വറി, പാരാമീറ്റർ ക്വറി, ഓട്ടോ ലുക്കപ്പ് ക്വറി, ആക്ഷൻ ക്വറി ആൻഡ് ക്രോസ് ടാബ് ക്വറി. ഇനി അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളത്, ഈസി ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള 2 ക്വറി, 3 ക്വറി എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതും നിങ്ങൾ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ഫോറിൻ കീ? എന്താണൊരു ഫോറിൻ കീ എന്നത്? എ ഫോറിൻ കീ ഫീൽഡ് refers to a field in a table that stores value in which matches the primary key in the field in other table. മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ഫീൽഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കീനെയാണ് ഫോറിൻ കീ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടേൺ യുവർ പേജ്. ഓക്കെ. ഫിഫ്ത്ത് വൺ, റൈറ്റ് ദ സ്റ്റെപ്സ് ടു സെറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 tables. 2 ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റെപ്സ് ടു സെലക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 tables. അതെന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഓപ്പൺ വൺ ഓഫ് ദ ടേബിൾസ് ഇൻ ഡേറ്റ ഷീറ്റ് വ്യൂ. ആദ്യം തന്നെ ഒരു ഡേറ്റ ഷീറ്റ് വ്യൂവിൽ ടേബിൾ ഓപ്പൺ ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ഡേറ്റാബേസ് ടൂൾസ് ടാബ്. ഡേറ്റാബേസ് ടൂൾസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഓൺ റിലേഷൻഷിപ്പ്. അതിനുശേഷം ഇൻ ദ ഷോ ടേബിൾ ഡയലോഗ് ബോക്സ്, ഡബിൾ ക്ലിക്ക് ഓൺ ബോത്ത് ദ ടേബിൾസ് ടു പുട്ട് ദം ഇൻ റിലേഷൻഷിപ്പ് വിൻഡോ. 2 ടേബിളിനെയും റിലേഷൻഷിപ്പ് വിൻഡോയിലാക്കുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക ടേബിൾസ്. ദെൻ ക്ലിക്ക് ഓൺ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കോമൺ ഫീൽഡ് ഓൺ വൺ ടേബിൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ അതർ ടേബിൾ. ഓക്കെ. ഒരു ടേബിളിന് മുകളിലേക്ക് കോമൺ ഫീൽഡ് ആയിട്ടുള്ളതിനെ അത് വലിച്ച് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ. ഫൈനലി ഇൻ ദ എഡിറ്റ് റിലേഷൻഷിപ്പ് ഡയലോഗ് ബോക്സ്, ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. എഡിറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള ഡയലോഗ് ബോക്സിൽ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ.
ഇത്രയും സ്റ്റെപ്പുകളാണ് രണ്ട് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 6th വൺ, റൈറ്റ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ സെലക്ട് ക്വറി. ഒരു സെലക്ട് ക്വറി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ സെലക്ട് ക്വറി ആർ: ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ടാബ്, ക്രിയേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ക്വറി ഡിസൈൻ, ക്വറി ഡിസൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ ദ ഷോ ടേബിൾ ഡയലോഗ് ബോക്സ് ക്ലിക്ക് ഓൺ ദ ടേബിൾ നെയിം, ടേബിൾ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ആഡ്, ക്ലിക്ക് ക്ലോസ്. ഓക്കെ, അതിനുശേഷം ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫീൽഡ് നെയിംസ് ടു ബി ആഡഡ്. ഫീൽഡ് നെയിം ആഡ് ചെയ്യേണ്ടതിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ഡിസൈൻ ടാബ് ആൻഡ് റൺ ടു എക്സിക്യൂട്ട് ദ ക്വറി. ഡിസൈൻ ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്വറി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു സെലക്ട് ക്വറി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ളത്. 7th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ആദ്യം തന്നെ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ടാബ്, ക്രിയേറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ റിപ്പോർട്ട്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഇൻഡിവിജ്വൽ ഫീൽഡ്സ് ടു ഡിഫറെൻറ്റ് പൊസിഷൻ. പല പൊസിഷനിലേക്കാക്കി ഓരോ ഇൻഡിവിജ്വൽ ഫീൽഡിനെയും ക്രമീകരിക്കുക. ദ ടോട്ടൽ കോളം ഫോർ ന്യൂമറിക് ഫീൽഡ്സ് ഈസ് ഓട്ടോമാറ്റിക്കലി ഇൻ ദ റിപ്പോർട്ട്. അത് നമ്മൾ കണ്ടതാണ് അല്ലേ? ടോട്ടൽ കോളം എപ്പോഴും ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റഡ് ആയിട്ട് കിടന്നിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. വിച്ച് ഫോം ഓഫ് ഡാറ്റ എൻറ്ററിങ് ഹാസ് മോർ അഡ്വാൻറ്റേജസ്, ടേബിൾ ഓർ ഫോംസ്? ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ എൻറ്ററിങ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഉള്ളത്? ടേബിൾ ആണോ അതോ ഫോം ആണോ? നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. Then what will be the status of database management system in the absence of queries? Queries ഇല്ലാതിരുന്നെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇത്ര എക്സസൈസസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ലാബ് ആക്ടിവിറ്റി എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ വി ആർ ലീവിങ് ഇറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് എക്സസൈസ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് ടീച്ചർ നിങ്ങൾക്ക് വാട്സപ്പിൽ ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. ഐ ഹോപ്പ് എവ്രി വൺ എൻജോയ് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ്സിലെ എക്സസൈസസ് എല്ലാവരും നോട്ട് ടീച്ചർ നിർബന്ധമായിട്ടും എഴുതണമെന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. എക്സസൈസസ് ടീച്ചർ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. കോപ്പി ചെയ്ത് എല്ലാവരും അത് എഴുതിയെടുക്കുക. അതിനുശേഷം അത് നോട്ടിലേക്ക് പകർത്തുക. വൃത്തിയായിട്ട് നോട്ട് എഴുതുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് ക്ലാസ്. See you next class.